ഇവിടെ രണ്ട് തിരി വെച്ചത് കണ്ടോ? ആ രണ്ട് തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് തിരി സന്ധ്യക്കും പ്രഭാതത്തിലും പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ രണ്ട് തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ കേട്ടോ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കുഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കുഭാഗത്തും അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. രണ്ട് തിരി. അഞ്ചു തിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വത്തേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് അഞ്ചു തിരിയിട്ട വിളക്ക്. അഞ്ചു തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. അഞ്ചു തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. ഏഴ് തിരിയിട്ട വിളക്ക് ഏഴ് ലോകത്തിലുള്ള മനുഷ്യരോടാണ്. ഏഴ് ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുവെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേനാമം മേനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേനാമം മേനാമം. മേനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേനാമം എന്ന് പറയാ. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. ഒരു കിലോ അരി മേനാമമാണ്. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരു കിലോ സത്യം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേനാമങ്ങളുടെ വികാസമാണ്. അമേനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധനസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം. അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യത്ത്.